ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിൽക്ക് ഫ്രൂട്ട് കേക്കാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് ജലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ അതൊന്നും ചേർക്കാതെയാണ് ഞാനൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഫ്രൂട്ട് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി വെക്കാം. അതിനായിട്ട് ഞാനൊരു 6-7 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീളത്തിന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഒരു സ്ട്രോബെറി 2-3 പീസായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് കുറച്ചൊന്ന് കനം കുറച്ച് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സ്ട്രോബെറിയും ഓറഞ്ചും അതുപോലെ തന്നെ കിവിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് 3 ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കേക്ക് ടിന്നിൻ്റെ ഏറ്റവും താഴെയായിട്ടും അതുപോലെ തന്നെ സൈഡിലായിട്ടും ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. പഴമോ ഗ്രേപ്സോ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് പാലുമായിട്ടൊന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ എടുക്കാവുന്നതാണ്. നമുക്ക് കുറച്ചൊന്ന് കടിച്ച് കഴിക്കാൻ പാകത്തിനുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബനാനയും അതുപോലെ തന്നെ സ്ട്രോബെറിയും ആപ്പിളും മാങ്ങയും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു സ്ട്രോബെറിയും കിവിയും ഓറഞ്ചും വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ടിന്നൊന്ന് ഡിസൈൻ ചെയ്ത് വെക്കാം. കേക്ക് ടിന്നൊന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ പാലൊന്ന് തിളപ്പിക്കാനായിട്ട്. നമുക്ക് ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യാനാണോ താല്പര്യം അതിനനുസരിച്ചൊന്ന് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ പാത്രത്തിലൊന്നും പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ നനവിൽ സൈഡിലൊന്ന് ഒട്ടിയിരുന്നോളും. ഇപ്പം ഞാൻ ഈ കേക്ക് ടിന്നിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു പീസ് ഓറഞ്ചും പിന്നെ കിവിയും സ്ട്രോബെറിയും വെച്ച് അതുപോലെ തന്നെ സൈഡിലും കിവിയും സ്ട്രോബെറിയും വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പാലൊന്ന് തിളപ്പിച്ച് കേക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കാനായിട്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മിൽക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാൻ ചൈന ഗ്രാസിനും ജലാറ്റിനും ഒക്കെ പകരമായിട്ടാണ് കോൺഫ്ലോർ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് 2 കപ്പ് പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ പെട്ടെന്ന് തന്നെ തിക്കായി പോവും. നമുക്ക് കോൺഫ്ലോർ നല്ലതുപോലെ വെന്ത് വരാതിരിക്കും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കോൺഫ്ലോർ ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. കോൺഫ്ലോർ ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്കും കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കോൺഫ്ലോർ ഇതുപോലെ നല്ലതുപോലെ തിക്കായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കേക്ക് ടിന്നിലോട്ടൊന്ന് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ തിക്കായി പോവും. പിന്നെ നമുക്ക് കേക്ക് ടിന്നിൽ ഒഴിച്ച് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂടോട് കൂടിയിട്ട് സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ നമ്മളിത് കേക്ക് ടിന്നിലോട്ടൊന്ന് മാറ്റാം. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ കേക്ക് ടിന്നൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ ഇരുന്ന് തന്നെ കോൺഫ്ലോർ തിക്കായി പോവും. നമുക്ക് പിന്നെ കേക്ക് ടിന്നിലോട്ട് മാറ്റാനായിട്ട് പറ്റില്ല. ഇനി ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കോൺഫ്ലോറും ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് തന്നെ ഒന്ന് ലെവലായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടിക്കോളും. അതിനുശേഷം നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് 1 മണിക്കൂറിൽ ഇത് നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്തൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിൻ്റെ പുറത്ത് വേറൊരു പ്ലേറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കേക്ക് ടിന്നിൽ നിന്ന് ഈ ഒരു ഫ്രൂട്ട് കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്ത് എടുക്കാം.
കത്തി വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ചെറുതായിട്ട് കേക്ക് ടിന്നൊന്ന് കമഴ്ത്തിയതിനു ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് തന്നെ ഇളകി വന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് കോൺഫ്ലവർ വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.